ഇങ്ങനെ ഒരു കോർപ്പറേഷൻ ലഹളയും കലാപവും അടുത്തൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതെ, മുമ്പൊക്കെ ഇത് സംഭവിക്കാറുണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ ഏറെക്കാലം കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. മാത്രമല്ല ഇത് അങ്ങേയറ്റം കടന്നുപോയി, വല്ലാത്ത വെല്ലുവിളികളും. അത് മാത്രമല്ല, ഇത് തുടർച്ചയായിട്ട് ഇതിപ്പോൾ 2ാം ദിവസത്തെ അടിയാണ്, 2ാം അടിയാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ. അത് ഇന്ന് കോർപ്പറേഷൻ യോഗം ആരംഭിക്കുമ്പോൾ ഞാൻ കരുതിയത് ഇന്ന് വീണ്ടും LDFും BJPയും തമ്മിൽ വീണ്ടും സംഘർഷം ഉണ്ടാകുമെന്നായിരുന്നു. കാരണം കോർപ്പറേഷൻ യോഗം ആരംഭിക്കുമ്പോഴേക്ക് ഈ ശരീരത്തിന് ഒടിവ് സംഭവിച്ച, അല്ലെങ്കിൽ തലയ്ക്ക് സ്റ്റിച്ചിടേണ്ടി വന്ന 3-4 സ്റ്റിച്ചിടേണ്ടി വന്ന ആളുകളൊക്കെ, അങ്ങനെ 4 പേർ വലിയ ഗുരുതരമായ പരിക്കേറ്റ 4 LDF കൗൺസിലർമാരുണ്ട്. അവരെ ആംബുലൻസിൽ കൗൺസിൽ യോഗത്തിലേക്ക് എത്തിച്ചു ഇന്ന് തുടക്കത്തിൽ തന്നെ. അപ്പം ഞാൻ കരുതിയത് മിക്കവാറും ഇവർ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ്. ആ കൗൺസിൽ യോഗത്തിലേക്ക് എത്തിച്ചു. അവിടെ ഈ റിലേ സത്യാഗ്രഹം, അവരുടെ LDFിൻ്റെ റിലേ സത്യാഗ്രഹം കോർപ്പറേഷനിൽ തുടരുന്നുണ്ട്. അപ്പോൾ അവിടെ നിലവിൽ ഒരു സംഘർഷഭരിതമായ സാഹചര്യമുണ്ട്. പക്ഷേ കോർപ്പറേഷൻ യോഗം ആരംഭിച്ചപ്പോൾ വളരെ ആസൂത്രിതമായി തന്നെ ഇത് അട്ടിമറിക്കാൻ വേണ്ട ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ടോ എന്ന സംശയം ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തുന്നത് നമുക്ക് അംഗീകരിച്ചേ മതിയാകൂ. കാരണം അവരെ പ്രകോപിപ്പിക്കാൻ പോകുന്ന ഇടപെടലാണ് ഇന്ന് കോർപ്പറേഷൻ അദ്ദേഹത്തിൻ്റെ മേയറുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ആദ്യം തന്നെ KM ഷാജിയുടെ, അതായത് UDF മിനിസ്ട്രിയിലെ, അത് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയായ KM ഷാജിയുടെ ബൈറ്റ് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രദർശിപ്പിക്കുകയാണ്. അത് ഒരു അസാധാരണമായ നടപടിയാണ്. അത് പ്രദർശിപ്പിച്ചുകൊണ്ട് പറയുന്നത് PMAY പദ്ധതിയെക്കുറിച്ച് ഇതുവരെ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് മന്ത്രി തന്നെ പറയുന്നു. അതായത് UDFിൻ്റെ മന്ത്രി KM ഷാജി തന്നെ പറയുകയാണ്, ഈ ഫോട്ടോ പ്രദർശനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ലോഗോ പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, അത് LDF മാത്രമല്ല, LDFും UDFും ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ പൊതുജന സമക്ഷം. ആ മന്ത്രിയെ അതുകൊണ്ട് ഈ കോർപ്പറേഷൻ കൗൺസിൽ യോഗം ആദരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ്, അഭിനന്ദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ തന്നെ BJP കൗൺസിലർമാരെല്ലാം വലിയ ബഹളവും ആഘോഷവും ഒക്കെ അവിടെ ഉണ്ടാക്കുന്നു. ഇത് സ്വാഭാവികമായും അവിടെ നിന്ന നിപ്പിൽ അവിടെയുള്ള UDF കൗൺസിലർമാരെ പ്രകോപിപ്പിക്കുക. അതിന് മുമ്പ് തന്നെ അംഗബലം കൂടുതലുള്ള ഈ LDF കൗൺസിലർമാരും അവർ നടുത്തളത്തിൽ നിൽക്കുകയാണ്. ആ നടുത്തളത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ UDF കൗൺസിലർമാരെ ഇത് പ്രകോപിപ്പിക്കുന്നുണ്ട്, അവർ തിരിച്ച് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ അവിടെ ചെയ്തു. അത് വേറൊന്നുമല്ല, അവിടെ മേയർ എന്ന് പറഞ്ഞ 1-2 കാര്യങ്ങൾ. അത് ഒന്ന്, ഈ ഹാർബർ വാർഡിൽ ചില നിർമ്മാണ പ്രവർത്തികളിൽ പരാതി ഉണ്ടായിട്ടുണ്ട്. അത് വിദഗ്ധ സംഘം പരിശോധിക്കും. അതുപോലെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചില പരാതികൾ ഉയർന്നിട്ടുണ്ട്. അതിൽ ചീഫ് സെക്രട്ടറിയോട് ഒരു യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ചില അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നത് സംബന്ധിച്ച് ആലോചിക്കും. ഈ 2 കാര്യങ്ങളും LDFിനിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരേ സമയം LDFിനെയും UDFിനെയും പ്രകോപിപ്പിക്കുക എന്ന തന്ത്രം തന്നെയാണ് അവിടെ കോർപ്പറേഷനിൽ പ്രയോഗിക്കപ്പെട്ടത്. അതിന് തന്നെയാണ് മേയർ തയ്യാറെടുത്തതും. അദ്ദേഹം ഒരു തന്ത്രപരമായ സമീപനം, കാരണം അദ്ദേഹത്തിന് ഭരണം നിലനിർത്തണം, സുഗതൻ അയോഗ്യനാക്കപ്പെടുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കണം, സുഗതനെ തള്ളിപ്പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്, അദ്ദേഹത്തിൻ്റെ അറ്റൻഡൻസ് രേഖപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ എന്താണ് എന്ന് ആലോചിക്കണം. നേരത്തെ തന്നെ സുഗതൻ്റെ അറ്റൻഡൻസ് അവിടെ ഹാജരാകാതിരുന്നിട്ടും രേഖപ്പെടുത്തുന്നു എന്നുള്ള ആരോപണം ഉയർന്ന പശ്ചാത്തലമുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴാണ് എന്താ സംഭവിക്കുന്നത്? ശ്യാമിലി, നമ്മൾ ഏത് യോഗം, നമ്മളിപ്പോൾ ഒരുമിച്ചിരുന്ന ഒരു ചെറിയ കാര്യം തീരുമാനിക്കാൻ ശ്രമിച്ച് ഒരു ആലോചനാ യോഗം വിളിച്ചാലും പങ്കെടുത്തവരാരാണെന്ന് രേഖപ്പെടുത്താതെ പോകാൻ പറ്റില്ലല്ലോ. ഇത് ഈ കോർപ്പറേഷൻ യോഗത്തിൽ പങ്കെടുക്കുന്നവരാരാണ് എന്നത് ഒപ്പിട്ട് പോകേണ്ടതല്ലേ? ആ രജിസ്റ്റർ അവിടെ ഉണ്ടല്ലോ. അതിന് മാത്രമല്ല, നിയമപരമായി അവിടെ ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ട ബാധ്യത ഉണ്ട്. ഒരു കൗൺസിലർ 3 കൂടുതൽ പങ്കെടുത്തില്ലെങ്കിൽ അയാളെ അയോഗ്യനാക്കാനുള്ള നിയമമുള്ള രാജ്യമാണല്ലോ. അപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്തവർക്ക് അവർ പങ്കെടുത്തു എന്ന് രേഖപ്പെടുത്താനുള്ള അവസരം പോലും അനുവദിക്കാതെ യോഗം അവസാനിപ്പിച്ചു. അപ്പോൾ ഈ രജിസ്റ്റർ എല്ലാവരെയും കൊണ്ട് ഒപ്പിടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു എന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ യോഗം അവസാനിച്ചതിന് ശേഷം പക്ഷേ അന്നേരം ഈ രജിസ്റ്റർ എടുത്ത് ഒപ്പിടുന്നതിന് മുമ്പ് ശബരിനാഥൻ ഒരു സാഹചര്യം, അതായത് നിലനിൽക്കുന്ന സാഹചര്യം മാധ്യമങ്ങളോട് വിശദീകരിച്ചു. കോർപ്പറേഷനിലെ ഒരു പതിവ് രീതിയാണത്. കൗൺസിൽ യോഗം പിരിഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അവിടേക്ക് കടന്നു ചെല്ലും, അവർക്ക് അവിടെ വെച്ച് തന്നെ പ്രതികരണങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഈ രജിസ്റ്റർ എടുത്ത് വെച്ചിട്ട് ഈ രജിസ്റ്ററിൽ ഇവർ ഒപ്പിടാൻ തന്നിട്ടില്ല, ഇത് ഒപ്പിടാതെ സുഗതൻ ഒപ്പിടാനുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളിത് നിങ്ങളുടെ സമക്ഷം തന്നെ ഒപ്പിടുകയാണെന്ന് പറഞ്ഞ് ഒപ്പിടാൻ എടുത്ത് വെച്ചപ്പോഴാണ് ചാടിക്കയറിയ ആൾ ഇടപെടുന്നത്. അല്ലാതെ അത് പിടിച്ചു വെക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇതിൽ BJP കൗൺസിലർമാർ പറയുന്നത് പച്ചക്കള്ളമാണ്.
അതിനകത്ത് സംശയമൊന്നുമില്ല. അതിനകത്ത് ശബരിനാഥൻ ഒപ്പിടാൻ ശ്രമിച്ചു. ഇതിൽ ഇങ്ങനെ ഒരു കള്ളത്തരം നടക്കുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് ശബരിനാഥൻ ഈ ഒപ്പിടാൻ ശ്രമിക്കുമ്പോൾ അവിടേക്ക് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് ഈ ചെമ്പഴന്തി ഉദയൻ എന്ന കൗൺസിലർ ചാടി വീഴുകയാണ്. അദ്ദേഹം ചാടി വീണ് ഇതിൽ പിടുത്തമിട്ടു ഈ രജിസ്റ്ററിൽ. ഇതെല്ലാം ദൃശ്യത്തിലുള്ളതാണ്. പക്ഷേ നമ്മൾ ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടി വരുന്നത് നുണകളുടെ ഒരു ഘോഷയാത്ര ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പിടിവലി നടക്കുന്നതിനിടെ ഒരു വനിതാ കൗൺസിലർ കൂടിയാണ് ഇപ്പുറത്ത് ശബരിനാഥനൊപ്പം ഇതിൽ പിടുത്തമിട്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടക്കുന്നു. അപ്പോൾ ഈ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ചെമ്പഴന്തി ഉദയൻ അത് വലിച്ച് ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ ചെമ്പഴന്തി ഉദയൻ്റെ ആയവും ഈ വനിതാ കൗൺസിലറുടെ പിടുത്തവും കൂടെ കൊണ്ടാണ് ഈ ഷർട്ട് കീറുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അല്ലാതെ അവിടേക്ക് ചെന്ന ഉടനെ എന്നെ മർദ്ദിച്ച് എൻ്റെ ഷർട്ട് വലിച്ചു കീറിയെന്നൊക്കെ ചെമ്പഴന്തി ഉദയം പച്ച നോണ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം സ്വാഭാവികമായി ഇങ്ങനെയൊക്കെ സംഭവിച്ചാണെന്നുള്ള മട്ടിൽ നമ്മൾ പോകാൻ പാടില്ലല്ലോ. ഇതിൽ സംഭവിച്ചത് ഇന്നതാണെന്ന് നമ്മൾ പറയണ്ടേ. അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്. ഇത് റണ്ണിങ് കമൻ്ററി പോലെ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഇത് പറയേണ്ടി വരുന്നതിന് കാരണം ഈ നുണകളാണ്. അപ്പോൾ അങ്ങനെ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നു. മാത്രമല്ല, ഇന്ന് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ന് 400-ലേറെ, ഏതാണ്ട് 500-നടുത്ത് അജണ്ടയുള്ള ദിവസമാണ്. നമ്മൾ കണ്ടില്ല, എല്ലാവരും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കടലാസ് കഷ്ണം എന്താണ്? ഇന്നത്തെ കൗൺസിൽ യോഗത്തിൻ്റെ അജണ്ടയാണ്. അത്രയധികം അജണ്ടയുള്ളപ്പോൾ ഏകപക്ഷീയമായി അതെല്ലാം അങ്ങ് പാസ്സാക്കി എന്നുള്ള മട്ടിൽ ഇത് അവസാനിപ്പിച്ച് ഈ കൗൺസിൽ യോഗം പിരിയുന്നു എന്നുള്ളത് അതൊരു ശരിയായ സംഗതിയല്ല. മാത്രമല്ല, ഈ കാര്യത്തിൽ ഒരു കാപ്പാസ് കേസ് പ്രതിയായ ഈ റൗഡി ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടി കൂടിയുള്ള ഇടപെടലാണ്. ഭരണം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ്, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിൻ്റെ കൂടെ സമാന്തരമായി രക്ഷപ്പെടുന്നത് ഒരു കാര്യമില്ലാതെ ആളുകളുടെ തലയ്ക്ക് കമ്പിവടി വെച്ച് അടിക്കുന്ന, നെഞ്ചിൽ കത്തിക്ക് കൂത്തി കൊല്ലാൻ ശ്രമിക്കുന്ന, ഗുണ്ടാപിരിവ് നടത്തുന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ബഹളം മുഴുവൻ ഈ കോർപ്പറേഷൻ കൗൺസിൽ കാണുന്നത് എന്നുള്ളത് കൊണ്ട് അതങ്ങനെ നിസ്സാരമായി നമുക്ക് കണ്ടുപോകാൻ പറ്റില്ല. അത് കേരളത്തിൽ അങ്ങനെ ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു കാഴ്ചയാണ്. ഇതിനു വേണ്ടി കൂടിയാണ് ഈ ബഹളം നടക്കുന്നത് എന്നുള്ളത്. ആർ സുഗതൻ എന്ന ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന കാപ്പ കേസ് പ്രതിയായ വ്യക്തിയെ രക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയുള്ള ഒരു ഇടപെടൽ. അല്ലാതെ ഇതിപ്പോൾ ബാക്കിയുള്ള BJPയുടെ മുഴുവൻ കൗൺസിലർമാരും കുഴപ്പക്കാരാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? അല്ലല്ലോ. അവരെല്ലാം ഈ ഇങ്ങനെ ഒരു അവർക്കെതിരെ കേസുണ്ടായിരുന്നില്ല, അവരകത്ത് പോയി കിടന്നതന്നെ. ഇത് രാഷ്ട്രീയ പകപോക്കലാണെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ കേസുള്ളവർ എവിടെയൊക്കെ ഉണ്ട്? ഈ രാഷ്ട്രീയ കേസുകളുള്ളവർ ആരെയും പിടിച്ച് അകത്തിട്ടിട്ടില്ല. ഇത് സുഗതനെതിരെ ആകെ ഒരൊറ്റ കേസിലെ രാഷ്ട്രീയം ആരോപിക്കാനുള്ളൂ. ബാക്കി മുഴുവൻ അയാളുടെ കയ്യിലിരിപ്പും വഷളത്തരവും മാത്രമാണ്. അല്ലെങ്കിൽ അയാളുടെ താൻ പോരുക ഗുണ്ടായിസം ഇത് മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ പാവപ്പെട്ട മനുഷ്യൻ്റെ നെഞ്ചത്ത് കുതിര കയറുക എന്നുള്ളത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാം കൂടി ഇങ്ങനെ കിടന്ന് അടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അയ്യെന്നായി പോകുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇതെല്ലാം അതിന് സമാന്തരമായി ഈ അജണ്ട പാസ്സാക്കി വിടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രജിസ്റ്റർ ഇന്നിപ്പോൾ ശബരിനാഥൻ പറഞ്ഞു, ഇപ്പോൾ ഈ ബഹളത്തിനിടയ്ക്കും അവർ കൊണ്ടുപോയിട്ട് ആ രജിസ്റ്റർ കീറിയിട്ടുണ്ട്. ഇനി കോടതിയിലെത്തുമ്പോൾ കീറിപ്പോയ രജിസ്റ്ററാണല്ലോ, ഒപ്പം അവിടെ കാണിക്കാൻ പറ്റും. സുഗതൻ അവിടെ ഹാജരാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ കാണിക്കാൻ പറ്റും എന്നുള്ള പ്രശ്നം അവർ പറയുന്നുണ്ട്. സുഗതൻ ജയിലിൽ കിടക്കുകയാണ്. കോടതി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും സുഗതൻ കഴിഞ്ഞ 3 കൗൺസിൽ യോഗത്തിൽ, ഇപ്പോൾ ഈ കൗൺസിൽ യോഗം കൂടി ചേരുമ്പോൾ 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇനി ഇവർക്ക് നേരത്തെ തന്നെ അവിടെ നിലനിൽക്കുന്ന പരാതി എന്താണ്? 35 കൗൺസിലർമാർ കൗൺസിൽ യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കൗൺസിൽ യോഗം വിളിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇത്രയും വലിയ അജണ്ടയുമായി വരുന്നതിൻ്റെ തന്നെ ഉദ്ദേശം ഇനി ഉടനെ കൗൺസിൽ യോഗം വിളിച്ചില്ലെങ്കിലും കാര്യങ്ങളെല്ലാം നടപ്പാക്കി എടുക്കുക എന്നുള്ളത് കൂടിയാണ് ലക്ഷ്യം എന്നതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ വരുന്നതെന്നാണ്. അപ്പോൾ ബോധപൂർവം ഉള്ള ഒരു അട്ടിമറി ശ്രമം അത് കോർപ്പറേഷനിൽ ഇന്നിപ്പോൾ BJP നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണം നിർവഹിക്കുന്ന BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. അത് ശരിയല്ല. മാത്രമല്ല, ഇങ്ങനെ നിരന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ എന്തോ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് പോയ ആളുകളൊക്കെ ഇന്ന് നല്ല പയറ് പോലെ അവിടെ കിടന്ന് ഇടിക്കുക, ഇന്ന് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ കിടന്നിട്ട്. അപ്പോൾ ഇത് ആളുകളെ ഇങ്ങനെ പൊതുജനത്തെ ഇങ്ങനെ വിഡ്ഢിയാക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഈ രീതിയിൽ അത് ശരിയല്ല. അത് മാത്രമല്ല, അങ്ങനെ കയ്യാങ്കളിയിലൂടെ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ തെളിയിക്കപ്പെടാവുന്ന കാര്യങ്ങളും പറഞ്ഞു പോകാവുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അവിടെയുള്ളത്. അതുകൊണ്ട് ആ നിലയിലുള്ള കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം അത് ശരിയല്ല. ശബരിനാഥൻ പറഞ്ഞത് തന്നെയാണ് ഇന്ന് ശരി. ഇത്തരം രാഷ്ട്രീയം കേരളത്തിൽ നടപ്പാവില്ല. അതിൽ ആ ശ്രമമാണ് നടക്കുന്നതെങ്കിൽ അതിനെ ചെറുക്കും എന്നുള്ള ശബരിനാഥൻ്റെ നിലപാടിനൊപ്പം തന്നെയാണ് തൽക്കാലം ഞാൻ.